ഹായ് ഓൾ, ദിസ് ഇസ് CMA ആഷിഖ് റഹ്മാൻ. നമുക്ക് പ്രാക്ടിക്കലി ഒരു ഇൻകം ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളത് നോക്കിയാലോ. ഒരു ITR ഫയൽ ചെയ്യാൻ നമുക്കൊരു കേസ് ബേസ്ഡ് സിനാരിയോ വെച്ചിട്ട് ഒരു സിമുലേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളൊരു കേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വികാസ് മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അവരൊരു സീനിയർ സെയിൽസ് മാനേജറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനി. ഇവിടെ ആൾക്ക് സാലറി കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻസും തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഏറ്റവും ന്യൂ റെജിമിൽ, അതായത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടാക്സ് റേറ്റ് അനുസരിച്ചിട്ട് നമ്മളൊന്ന് ഫയലിംഗ് പഠിക്കാൻ പോവുക. എങ്ങനെയാണോ ഒറിജിനൽ പോർട്ടലിൽ നമ്മൾ ഫയലിംഗ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സിമുലേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. നിങ്ങൾക്ക് ചെയ്ത് എങ്ങനെയാണോ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്, ഒരു ഫയലിംഗ് സബ്മിറ്റ് ചെയ്യുന്നത്, അതുവരെയുള്ള കാര്യങ്ങൾ എൻറ്റയർ ഫ്ലോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഞാനൊന്ന് ഈ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കാം ഡയറക്റ്റ്ലി നമ്മുടെ സിമുലേഷൻ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സെയിം റെപ്ലിക്കയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലോഗിൻ, രജിസ്റ്റർ, അതേപോലെ തന്നെ ഇ-പേ ടാക്സ്, ഒരു ഇൻസ്റ്റൻറ്റ് പാൻ ജനറേഷൻ, ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാം. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇൻകം ടാക്സ് ഡയറക്റ്റ്ലി ഫയൽ ചെയ്യാൻ പോവുക. ഈ കേസിലോട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. ഈ കേസിൽ വികാസ് മൽഹോത്രയ്ക്ക് സാലറി വരുന്നത് 8,52,000 പെർ ഇയർ ആണ് ഒരു വർഷത്തിലേക്ക്. അതേപോലെ തന്നെ എംപ്ലോയർ ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ട്, TDS എന്ന് പറയും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ആ ഡീറ്റെയിലും ഇവിടെ തന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് താഴോട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. 5,400 സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സോഴ്സ് അല്ലെങ്കിൽ 2 ഹെഡ് ഓഫ് ഇൻകം അവിടെ വരുന്നുണ്ട്. സാലറി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസും വരുന്നുണ്ട്. ദെൻ താഴെ കോൺട്രിബ്യൂഷൻ ടു PF 56,000 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുതിയ ടാക്സ് റെജിം ഫോളോ ചെയ്യുന്നവർക്ക് ആകെ ഒറ്റ ഡിഡക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അത് 80 CCD2 എന്ന് പറഞ്ഞിട്ടുള്ള എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ പെൻഷൻ സ്കീമാണ്. എന്നാൽ ഈ കോൺട്രിബ്യൂഷൻ ടു PF എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് വരുന്നുണ്ടോ? ഇല്ല. സോ ഇഗ്നോർ ദാറ്റ് പാർട്ട്, ബിക്കോസ് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പഴയ ടാക്സ് റെജിം ഫോളോ ചെയ്യായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഈ കോൺട്രിബ്യൂഷൻ ടു PF ഒക്കെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ടാസ്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർട്ടലിലോട്ട് ലോഗിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് ഫയലിംഗ് ചെയ്യാം. Taxation is the safest career that anybody can attain in the coming years. Income tax ൻ്റെയും GSTയുടെയും 360-degree knowledge attain ചെയ്തിട്ട് ബൂമിംഗ് കരിയറിൽ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ കം ടു ഫിനാൻസ് സ്കൂൾ. വി ഹാവ് അവർ എക്സ്ക്ലൂസീവ് ടാക്സേഷൻ പ്രോഗ്രാം ആൻഡ് 15 days tax practitioner program designed specifically for you to get to the next step of your career. See you there. So I'm just clicking on login. ഇവിടെ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് പാൻ നമ്പറാണ്. നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത് പാൻ നമ്പറാണ്. സോ ഹിയർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മളൊരു കേസ് ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ യൂസർ IDയും അതേപോലെ തന്നെ പാസ്വേഡും കറക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് കോപ്പി പേസ്റ്റിംഗ് ദാറ്റ് പാൻ നമ്പർ ഹിയർ ആൻഡ് ക്ലിക്കിംഗ് ഓൺ കണ്ടിന്യൂ. നൗ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് ടിക്ക് ചെയ്യാണ്. ദെൻ ഹിയർ പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് വേണ്ടത് ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾ റിയൽ സിനാരിയോയിൽ ചെയ്യുന്നത് അതേ ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊരു ഡമ്മി പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഒരു 100% നമ്മൾ ചെയ്ത് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ഡു ആസ് ഇൻ റിയൽ സിനാരിയോ ഓൾസോ. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ആൻഡ് ക്ലിക്കിംഗ് ഓൺ കണ്ടിന്യൂ. നൗ ഇവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് അസസ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ തൊട്ട് ഫയലിംഗ് കഴിഞ്ഞ ആ ഒരു അസസ്മെൻറ്റ് ഇയർ 25-26 എന്നുള്ള അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഐ എം ക്ലിക്കിംഗ് ഓൺ ഓൺലൈൻ ഫയലിംഗ് ആൻഡ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇനി നമ്മളൊരു ഫ്രഷ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഡ്രാഫ്റ്റിൽ വന്നേനെ. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ക്ലിക്ക് ചെയ്തു. നൗ ഹിയർ ഇൻഡിവിജ്വൽ, നമ്മളൊരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. ITR 1 ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. ITR 1ൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഒരു 3 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് അതിൽ വരിക. ഫസ്റ്റ് വൺ ഈ സാലറി, ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്. കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട്, ഞാൻ എൻ്റയർ തിയറിയിലോട്ട് പോകുന്നില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഫയലിംഗ് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. ആൻഡ് ഐ എം ക്ലിക്കിംഗ് ഓൺ കണ്ടിന്യൂ. ആൻഡ് ഹിയർ ITR form 1, ITR 1, that's what I told. Then proceed with ITR 1.
Now we are going to start the filing. Let's get started. Now here നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ നമ്മൾ എന്താണ് റീസൺ, ഫയൽ ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ 8,52,000 ആണ് സാലറി തന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതായത് ടാക്സ് ഇല്ലാത്ത ഏറ്റവും ലോവർ ലിമിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, എമൗണ്ട് സാലറി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉള്ളതെന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ആൻഡ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ, ക്ലിക്ക് ഓൺ ഓക്കെ. ഇപ്പോൾ ഒരു പേജ് മൊത്തം കുറച്ചധികം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഒരു പേജ് കാണാം. പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, ഇങ്ങനെ കുറേ അധികം ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള കോളംസ് കാണാം. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ തൊട്ടിട്ട് ടാക്സ് ലയബിലിറ്റി വരെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വരണം. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം പേഴ്സണൽ ഇൻഫർമേഷൻ. ഹിയർ ഈ ഒരു ക്വസ്റ്റ്യനിൽ വികാസ് മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, TR ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ITR രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് കൊടുത്ത എല്ലാം ഇവിടേക്ക് ലോഡായി വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, എന്താണ് ഈ പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതൊക്കെ അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഓൾ അതേഴ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കമ്പനി ആയിരുന്നെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, സെൻട്രലാണെങ്കിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ബാക്കിയെല്ലാം അതേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ അതേഴ്സ് ആൻഡ് ഫയലിംഗ് സെക്ഷൻ, അതായത് ഡ്യൂ ഡേറ്റിന് മുൻപ് ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ജൂലൈ 31 മുൻപ് ആണ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സെക്ഷൻ വരെ 139(1) എന്നുള്ള സെക്ഷനാണ് വരുന്നത്. ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ്. സോ ഐം ജസ്റ്റ് ക്ലിക്കിംഗ് ദാറ്റ് ഓപ്ഷൻ ഹിയർ. നൗ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ പഴയ ടാക്സ് റെജിമാണോ പുതിയ ടാക്സ് റെജിമാണോ ഫോളോ ചെയ്യുന്നത്. എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ടാക്സ് റെജിം ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കിടക്കുക. പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ഔട്ട് ചെയ്താലാണ് നമുക്ക് പഴയതിലോട്ട് പോവുക. ഇവിടെ നമ്മൾ പുതിയ ടാക്സ് റെജിമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡു യു വിഷ് ടു എക്സസൈസ് ദ ഓപ്ഷൻ ഓഫ് ഓപ്റ്റിംഗ് ഔട്ട്, നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ റെജിം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല, ഡീഫോൾട്ടായിട്ട് പുതിയ ടാക്സ് റെജിം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റിൽ പോവാം. ഓക്കെ, നൗ സ്ക്രോൾ ഡൗൺ. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, വാലിഡേറ്റും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് നമുക്ക് ഓൾറെഡി TDS ഒക്കെ കട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത്രയും ടാക്സ് ഇല്ല, അപ്പോൾ തിരിച്ച് TDS ഒക്കെ റീഫണ്ട് വരണമല്ലോ. ഇത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമാണ്. Now just click on confirm. See, next thing is income information, gross total income. ഇവിടെ രണ്ട് ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഈസ് ഇൻകം ഫ്രം സാലറി. സോ ഈ ഇൻകം ഫ്രം സാലറി എന്നുള്ളതിൽ നമുക്ക് വന്നിട്ടുള്ളത് 8,52,000 പെർ ഇയർ എന്നുള്ളതാണ് നമ്മുടെ ഇൻകം ഫ്രം സാലറി. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇവിടെ വന്നിട്ട് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാലറി എന്നുള്ള കോളത്തിലോട്ട് വന്നിട്ട് 8,52,000 ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ബേസിക് സാലറി പ്ലസ് അലവൻസ് നമ്മൾ ഒറ്റ കോളത്തിലാണ് കാണിക്കുക. പെർക്വിസിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഡിഫറെൻറ്റ് കോളത്തിലോട്ടും കാണിക്കും. നൗ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. വേറെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല നമുക്കിവിടെ. സോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ കുറച്ച് നെറ്റ് സാലറി ഇവിടെ ഓട്ടോമാറ്റിക്കലി കയറി വന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 7,77,000. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ്. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതർ സോഴ്സിൽ വേറെ എക്സ്ട്രാ എന്താണ് നമുക്ക് ഇൻകം ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എക്സ്ട്രാ ഇൻകം നമുക്ക് വന്നിട്ടുള്ളത് 5,400 സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. വേറെ അഡീഷണൽ ഇൻകംസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അനദർ കൊടുക്കാം. ആഡ് അനദർ, ദ നേച്ചർ ഓഫ് ഇൻകം മീൻസ് ഇൻകം ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് ആണ് 5,400 ഇസ് ദ എമൗണ്ട്. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ്. അപ്പോൾ നമ്മൾ ഇൻകം പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. രണ്ട് സോഴ്സ് ഓഫ് ഇൻകം മാത്രമേ നമുക്ക് ഇതിലുണ്ടായിരുന്നുള്ളൂ, സാലറിയും ഇൻകം ഫ്രം അതർ സോഴ്സ്. നൗ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ആൻഡ് ക്ലിക്ക് ഓൺ കൺഫേം. സോ ഇൻകം പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ന്യൂ റെജിമിൽ നമുക്ക് ആകെ ഒറ്റ ഡിഡക്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ആകെ കോൺട്രിബ്യൂഷൻ ടു PF ആണ് വന്നിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ ടാക്സ് റെജിം ഫോളോ ചെയ്യുന്നവർക്ക് അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പഴയ ടാക്സ് റെജിം ആയിരുന്നെങ്കിൽ പറ്റിയിരുന്നു. സോ ഹിയർ ജസ്റ്റ് കം ടു ദീസ് ഡിഡക്ഷൻസ് പാർട്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ബിക്കോസ് ആകെ ഈ ഒരു ഡിഡക്ഷനും പിന്നെ അതുപോലെ അഗ്നിപത് സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷനും മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കൺഫേം ചെയ്യാം. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ കൺഫേം. നെക്സ്റ്റ് ഈസ് ആക്ച്വലി എത്ര ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്.
നമ്മളല്ല, നമ്മുടെ എംപ്ലോയർ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് സാലറി തരുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് എംപ്ലോയർ എത്ര ഗവൺമെൻറ്റിലോട്ട് ഓൾറെഡി എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ അതൊന്ന് ടാക്സ് പെയ്ഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TDS ഡീറ്റെയിൽസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ള കോളം. സോ ഫസ്റ്റ് കോളത്തിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാം ടിയ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഒരു 7,77,000 മുകളിൽ 14,500 ഓൾറെഡി ടാക്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഇനി എക്സ്ട്രാ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. നൗ ടാക്സ് ലയബിലിറ്റി, നമുക്ക് ടാക്സ് ലയബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് ലയബിലിറ്റി വരുന്നത് 30,707 ആണ് ടാക്സ് ലയബിലിറ്റി. ഓൾറെഡി TDS കട്ട് ചെയ്തിട്ടുള്ളത് 14,500 ആണ്. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ കൺഫേം. ലെറ്റ്സ് ചെക്ക് വെദർ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പേ ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നൗ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. ഇവിടെ കാണാം 30,707 ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി TDS നമ്മളെ കമ്പനി കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുള്ളത് 14,500. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഫിഗർ ആണ് ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. ഇൻ കേസ് ടാക്സ് ലയബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇത് നമുക്ക് ഇങ്ങോട്ട് റീഫണ്ടും കിട്ടിയേനെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ എൻറ്റയർലി ഫയൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ പേ നൗ, ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. Now here എൻ്റയർ എമൗണ്ട് എത്ര ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളത് എന്നുള്ള എമൗണ്ട് കാണിച്ചിട്ടുണ്ട് 16,210 ആ നെറ്റ് ഫിഗറുള്ള എമൗണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇൻ റിയൽ സിനാരിയോ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ത്രൂ നിങ്ങൾ പേയ്മെൻറ്റ് ആക്കുക എന്നുള്ളതാണ്. ഏതൊരു UPI ഡെബിറ്റ് കാർഡ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ആക്സിസ് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. Now pay now. ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ വിൻഡോ വരും. ഫ്രം ദെയർ ജസ്റ്റ് കൺഫേം ദാറ്റ്, ക്ലിക്ക് ഓൺ എഗ്രി ആൻഡ് സബ്മിറ്റ് ടു ബാങ്ക്. അപ്പോൾ നമ്മുടെ ചലാൻ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ വരും. അതായത് നമ്മളെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. നൗ വി ആർ ഗോയിങ് ടു ഫയൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് ടു റിട്ടേൺ ഫയലിംഗ് കൊടുക്കാം. നൗ ഹിയർ ജസ്റ്റ് ടിക്ക് ഓൺ ദിസ്. ഇനി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ കമ്പനി ഇരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ജസ്റ്റ് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫ്രം ഹിയർ ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ബാംഗ്ലൂർ. പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. നൗ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. ഇവിടെ പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ ആയി. അതായത് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ടിക്ക് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഫയലിങ്ങിനുള്ള വാലിഡേഷൻ സക്സസ്ഫുൾ ആയി. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ പ്രിവ്യൂ. ഈ പ്രിവ്യൂ എന്ന് പറയുന്നത് മൊത്തം എന്തൊക്കെയായിരുന്നോ നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകം വന്നിട്ടുണ്ടായിരുന്നത് പ്ലസ് നമ്മൾ ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത്, ദെൻ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അതെല്ലാം മൊത്തത്തിൽ ഈ പ്രിവ്യൂവിൽ വരും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുക, എല്ലാം ഓക്കെ ആണോ എന്താണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു വാലിഡേഷൻ. ഇവിടെ കാണാം ഓരോ ഹെഡ്സ് ഓഫ് ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, ഇനിയിപ്പോൾ നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കോളംസ് എല്ലാം ഇവിടെ കാണാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പ്രൊസീഡ് ടു വാലിഡേഷൻ ആൻഡ് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. നൗ ഹിയർ ഇപ്പോൾ നമ്മൾ എൻ്റെ ഡീറ്റെയിൽ ഫില്ലിങ് കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മുടെ പാർട്ടിൽ നിന്ന് ഒരു OTP എടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കാണോ, ഏത് ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അവരെ മൊബൈൽ നമ്പറിലോട്ട് OTP പോകും. ഓറൽ ഇഫ് നമ്മുടെ സ്വന്തം റിട്ടേൺ ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് എന്ത് വരും, OTP വരും. നമ്മളത് ഫയൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ വെരിഫൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. അതിൽ തന്നെയാണ് നമ്മൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. ദെൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. ഇനി I would like to verify using OTP on mobile number registered with Aadhaar. ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. അത് വെച്ചിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫയൽ ചെയ്യാൻ പോവുകയാണ്. Now just click on continue. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, I agree to validate my Aadhaar details and generate Aadhaar OTP. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 4 5 6. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ സിനാരിയോയിൽ അവരുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിമുലേഷൻ വെച്ചിട്ട് എങ്ങനെയാണ്, എന്താണോ ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തന്നെ OTP പ്രൊവൈഡ് ചെയ്തു 1 2 3 4 5 6 എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, വാലിഡേറ്റ് കൊടുക്കാം ആൻഡ് ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഒരു ഇൻകം ടാക്സ് അല്ലെങ്കിൽ ITR ന്യൂ റെജിമിലെ ഫയലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഗ്രാജുലേഷൻസ് കംപ്ലീറ്റഡ് ദ ടാസ്ക് കറക്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോപ്പ് വിൻഡോ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ഓൺ വെൽ ഡൺ. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ്സും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മുടെ സിമുലേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഇൻകം ടാക്സ് ഫയലിംഗ് ചെയ്യാം.
ഇത് എങ്ങനെയാണോ ഒറിജിനൽ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തന്നെ എൻറ്റയർ ഫ്ലോ നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം കൊടുക്കുന്നു, ദെൻ ഡിഡക്ഷൻസ് കൊടുക്കുന്നു, ദെൻ ആഫ്റ്റർ ദാറ്റ് ടാക്സ് ലയബിലിറ്റി കൺഫേം ചെയ്യുന്നു, ഈവൻ OTP അടക്കം നമ്മൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻകം ടാക്സിൻ്റെ ന്യൂ റെജിം ഫയലിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ITR ന്യൂ റെജിം ഫയലിംഗ്. താങ്ക് യു.